എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് യക്ഷിയെയും ബ്രഹ്മരക്ഷത്തിനെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. ആ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇതാണ് ആ ക്ഷേത്രം. കണ്ണൂർ മോറാഴയിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശിവൻ. ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഈ ക്ഷേത്ര പരിസരത്തിനടുത്തുള്ള ഈ പ്രകൃതി. പിന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളം. ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഇവിടുത്തെ ആൽമരം. ഗരുഡഗമന നമ പുരന്ദര വിഠലന പ്രാണപ്രിയനു. ഈ നാടിന് മോറാഴ എന്ന് പേര് വരാൻ കാരണവും ഈ ക്ഷേത്രമാണ്. ത്രിമൂർത്തികളായ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവർ ആകാശമാർഗം രഥത്തിൽ പോകുമ്പോൾ ധ്യാനിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ ക്ഷേത്രമുള്ളതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അന്ന് തൊട്ടാണ് ഈ നാടിന് മോറാഴ എന്ന് പേര് വന്നതും. 1000-ലധികം പഴക്കമുള്ള ഒരു പ്രാചീന ശിവക്ഷേത്രം കൂടിയാണിത്. ഐതിഹ്യപ്രകാരം ത്രിമൂർത്തികൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവനെയാണ്. മറ്റ് ശിവക്ഷേത്രത്തിലെ പോലെ തന്നെയാണ് ഇവിടുത്തെ വഴിപാടുകളും. മറ്റ് ദേവന്മാർക്കും ഇവിടെ പ്രത്യേക വഴിപാടുകളുണ്ട്. പ്രകൃതി രമണീയമാണ് ഈ ക്ഷേത്ര പരിസരം. ക്ഷേത്രത്തിൻ്റെ സമീപത്ത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും കൂടിയുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ ആത്മാവിനെയാണ് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. വെറുമൊരു ബ്രാഹ്മണൻ മാത്രമായിരുന്നില്ല, എല്ലാ വേദങ്ങളിലും അറിവുള്ള ഒരാളായിരുന്നു. ആ ഒരു ആത്മാവ് ഇപ്പോൾ ഇവിടെ ബ്രഹ്മരക്ഷസായി കുടികൊള്ളുന്നു. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ മനുഷ്യനായിക്കോട്ടെ, പ്രേതമായിക്കോട്ടെ, ഭൂതമായിക്കോട്ടെ, യക്ഷിയായിക്കോട്ടെ, ആരായാലും തന്നെ ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് മഹാദേവൻ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളിലൊന്നും ബ്രഹ്മരക്ഷത്തിനെയോ യക്ഷിയെയോ കാണാൻ സാധിക്കില്ല. മറ്റ് ദേവീദേവന്മാരൊന്നും ഇത്തരം ആത്മാക്കളെ കയറ്റില്ല. മഹാദേവൻ മാത്രമേ ഇവരെ സ്വീകരിക്കുകയുള്ളൂ. ഇവിടെയാണ് യക്ഷിയെ കുടിയിരുത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തിനകത്തെ ചുമരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് രാമായണത്തിലെ സംഭവങ്ങളെയാണ്. ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആൾക്കാരെ പ്രവേശിപ്പിക്കില്ല.
ശിവനെ ആരാധിക്കുന്ന ഏതൊരാളും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് മൊറാഴയിലെ ഈ ക്ഷേത്രം. ഇത്രയൊക്കെയാണ് വീഡിയോ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.